ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കഥയാണ്. നമുക്കിത് വെറും ഒരു കഥയാണെങ്കിലും ഇത് അമേരിക്കയിൽ നടന്ന റിയൽ ഇൻസിഡൻ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ചാപ്റ്ററിൻ്റെ പേര് ജൂലിയ ഓർ ലൂണ. ലേഖികയുടെ പേര് നേഹ സിംഗ്. एक रोज़ कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. ഏക് റോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുറച്ച് ആരോഗ്യമുള്ള പുരുഷന്മാർ, ഹട്ടേക്കട്ടെ ആത്മ വെച്ചാൽ ആരോഗ്യമുള്ള പുരുഷന്മാർ ഒരു വലിയ മരം വെട്ടാനായി എത്തി. ഏക് ലഡ്കിനെ ഉനെ ദേഖ് ലിയ. ഒരു പെൺകുട്ടി അവരെ കണ്ടു. വ ഛട്ട് പേട് പർ ഛട്ട് ഗയി. അവൾ വേഗത്തിൽ ആ മരത്തിൽ കയറി. आदमियों ने पहले उसे समझाया, फिर धमकाया, बहुत डराया. ആ ആത്മീയോനെ അല്ലെ പുരുഷന്മാർ ആദ്യം അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തി, ഒരുപാട് പേടിപ്പിച്ചു. മേ നഹി ഉത്തരൂങ്കി ലഡ്കി ചില്ലായി ഓർ ഏക് ശാഖ പർ ജാ ബൈഠി. ഞാൻ താഴെ ഇറങ്ങില്ല എന്ന് പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കൊമ്പിൽ കയറിയിരുന്നു. ആത്മീയോനെ സോച്ചാ, ആഖിർ കഭി തോ ഉത്തരേഗി, തബ് കാട്ടേങ്കെ പേട്. അവൾ എപ്പോഴെങ്കിലും താഴെ ഇറങ്ങാതിരിക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് മരം വെട്ടാമെന്ന് ആ പുരുഷന്മാർ വിചാരിച്ചു. ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയേ പർ ലഡ്കി തോ ഉത്തരി ഹി നഹി. ആഴ്ചകൾ, മാസങ്ങൾ, അങ്ങനെ പലതും പോയി, ദിവസങ്ങൾ പലതും പോയി. പക്ഷേ എന്നിട്ടും ആ പെൺകുട്ടി താഴെ ഇറങ്ങിയില്ല. लोगों को जब पता चला तो उसके लिए खाना, पानी, स्टव, किताबें, गद्दा, कंबल, कपड़े सब ले आए. ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ലോകോക്കോ ജബ് പത്താ ചല, അവർ ഭക്ഷണവും വെള്ളവും സ്റ്റൗവും പുസ്തകങ്ങളും കിടക്കയും പുതപ്പും വസ്ത്രങ്ങളും എല്ലാം കൊണ്ടുവന്നു. ശുക്രിയ, ലഡ്കി ചഹചഹായി. उसने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. അവൾ നന്ദി പറഞ്ഞു. പെൺകുട്ടി ഇങ്ങനെ ഉറക്കെ ചഹചഹാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലവിളിച്ച് ഉറക്കെ പറയുന്നില്ലേ, മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ശുക്രിയ എന്ന് ഉറക്കെ പറഞ്ഞത്. അവൾ എന്നിട്ട് പക്ഷികളെ പോലെ മരത്തിൽ സ്വന്തമായി ഒരു കൂടുണ്ടാക്കി. ബാരിഷായി, സർദിയായി, ഭയങ്കർ ആന്ധി തൂഫാനായെ, ബർഫ് പടി, पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को. മഴ പെയ്തു, തണുപ്പ് വന്നു, ഭയങ്കരമായ കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടായി. പക്ഷേ മരം പെൺകുട്ടിയെ സംരക്ഷിച്ചു, പെൺകുട്ടി മരത്തെയും സംരക്ഷിച്ചു. കഹാനി പഠിക്കർ സുനാവൂ. कभी लड़की पेड़ से पूछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. ഞാനൊരു കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് പെൺകുട്ടി മരത്തോട് ചോദിക്കും. ചിലപ്പോൾ പെൺകുട്ടി മരത്തോട് ചോദിക്കും, ചിലപ്പോൾ മരം തൻ്റെ ഇലകളിലൂടെ വീശുന്ന കാറ്റിൻ്റെ ഈണം പെൺകുട്ടിയെ കേൾപ്പിക്കും. പത്തോസെ ഹവാക്ക ബഹത്ത രാഗ് സുനാത്ത എന്ന് പറഞ്ഞാൽ ഇലകളിലിടയിലൂടെ വീശുന്ന കാറ്റിൻ്റെ ഈണം പെൺകുട്ടിയെ കേൾപ്പിക്കും. ഹട്ടെ കട്ടെ ആദ്മിയോ കെ സേठ ने अजीबोगरीब तरकीबें लगाई. कभी पेड़ के नीचे लाउडस्पीकर पर तेज़ शोर मचाया, कभी पेड़ के ऊपर हेलीकॉप्टर उड़ाकर लड़की को रात भर ജഗായ രഖ എന്ന് പറഞ്ഞാൽ ഈ കരുത്തരായ ആണുങ്ങൾ, അല്ലെ ഈ മനുഷ്യർ അവരുടെ സേട്ടെന്ന് വെച്ചാൽ അവരുടെ യജമാനൻ വിചിത്രമായ കാര്യങ്ങളാണ് പല വഴികളും നോക്കി. എന്തിനാണ് ഈ പെങ്കൊച്ചിനെ താഴെ ഇറക്കാൻ മരത്തിൻ്റെ മുകളിൽ നിന്ന്. ചിലപ്പോൾ എന്താണ് ചെയ്തത്, ചിലപ്പോൾ മരത്തിന് താഴെ ലൗഡ് സ്പീക്കറിലൂടെ വലിയ ശബ്ദമുണ്ടാക്കി, പിന്നെ ചിലപ്പോൾ മരത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തി പെൺകുട്ടിയെ രാത്രി മുഴുവൻ ഉറക്കാതെ ഇരുത്തി. അതായത് ഹെലികോപ്റ്റർ തലയുടെ മുകളിൽ കൂടെ ഭയങ്കര സൗണ്ടും പിന്നെ ഭയങ്കര കാറ്റൊക്കെ അല്ലേ, അപ്പം എന്നെ ഉറങ്ങാൻ പറ്റൂല, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. तुम हमारी दोस्ती कभी नहीं तोड़ पाओगे, ലഡ്കി ബുലന്ദ് ആവാസ് മേം ഉനെ കത്തി. അപ്പോൾ പെങ്കൊച്ച് എന്താണ് പറഞ്ഞത്, നിങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ സൗഹൃദം തകർക്കാൻ കഴിയില്ല, പെൺകുട്ടി ഉറച്ച ശബ്ദത്തിൽ അവരോട് പറയുമായിരുന്നു. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേം മഷ്ഹൂർ ഹോ ഗയാ. ഉൻകി അനോഖി ദോസ്തി, അനോഖി എന്ന് പറഞ്ഞാൽ അപൂർവമായ, അവരുടെ അപൂർവമായ സൗഹൃദത്തിൻ്റെ കഥ
ലോകമെമ്പാടും പ്രശസ്തമായി. മഷ്ഹൂർ ഹോ ഗയ, പ്രശസ്തമായി. ഉൻകെ ഇർദ് ഗിർദ് ഹസാരോ ലോഗ് ഇക്കട്ടെ ഹോനെ ലഗെ. ഉൻകെ എന്ന് പറഞ്ഞാൽ ആരുടെ? മരത്തിൻ്റെയും പെൺകുട്ടിയുടെ അടുത്തല്ലേ, ചുറ്റും. ഉൻകെ ഇർദ് ഗിർദ്, ഇർദ് ഗിർദ് മീൻസ് ചുറ്റും, അവരുടെ ചുറ്റും ആരാണ്? ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടാൻ തുടങ്ങി ഈ മരത്തിൻ്റെയും കുട്ടിയുടെയും ചുറ്റും. हट्टे कट्टे आदमियों और उनके सेठ को लड़की पेड़ उनकी दोस्त थी और उनके हज़ारों दोस्तों से डर लगने लगा था. കരുത്തരായ മനുഷ്യർക്കും അവരുടെ യജമാനനും, സേട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? യജമാനൻ. ആരുടെ? ആ മനുഷ്യരുടെ. ഹട്ടെ കട്ടെ ആത്മിയോ, ആ പെൺകുട്ടിയെയും മരത്തെയും അവരുടെ സൗഹൃദത്തെയും ആയിരക്കണക്കിന് സുഹൃത്തുക്കളെയും കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. ആര്? ഈ ഹട്ടെ കട്ടെ ആദ്മി അവരുടെ സേട്ടും കൂടെ ഈ പെൺകുട്ടീനെയും മരത്തിനെയും ഇവർക്ക് ഫ്രണ്ട്സായിട്ട് വന്നല്ലോ കുറേ ആൾക്കാർ ഇവരെ കാണാനായിട്ട്. അവരെല്ലാം കണ്ട് ഇവർക്ക് പേടിയാവാൻ തുടങ്ങി. 738 दिनों तक पेट काटने का इंतज़ार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. 738 ദിവസം മരം മുറിക്കാൻ കാത്തിരുന്ന ശേഷം ഒരു ദിവസം ആ ആളുകൾ നിശബ്ദമായി അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വാദ കരോ യഹാ കെ കിസി ബി പേട് കോ കബി നെഹി കാട്ടേങ്കെ. അപ്പോഴാ പെങ്കൊച്ചു പറയുന്നു, അവർ പോകാൻ തുടങ്ങിയപ്പോൾ, വാക്ക് തരൂ, ഇവിടുത്തെ ഈ മരത്തിനെ മാത്രമല്ല ഒരു മരത്തെയും വെട്ടരുത്, തൊടരുതെന്ന് വാക്ക് പറയാനായിട്ട് പറഞ്ഞു. ലഡ്കീനെ സേഠ് സേ വാദ ലേ ലിയ. എന്നിട്ട് പെങ്കൊച്ച് സേട്ടിനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. സാരേ പേട് ബച്ച് ഗയെ, സർവ്വ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ, ഉസ് പേട് കാ നാം ഹെ ലൂന. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ, മരത്തിൻ്റെ പേര് ലൂണ. ദോനോ ആജ് ബി പക്കേ ദോസ്ത് ഹെ, രണ്ടുപേരും ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, मैं नहीं उतरूंगी, लड़की के इस निर्णय पर आपका विचार क्या है? അതായത് ഞാൻ താഴെ ഇറങ്ങില്ല എന്നുള്ള ഈ പെൺകുട്ടിയുടെ ഉറച്ച തീരുമാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? लड़की का यह निर्णय उसकी साहस, दृढ़ इच्छा शक्ति और पर्यावरण के प्रति प्रेम को दर्शाता है. समाज को एक कड़ा संदेश देता है कि अगर हम किसी सही उद्देश्य के लिए खड़े हो तो हमें पीछे नहीं हटना चाहिए. പെൺകുട്ടിയുടെ ഈ തീരുമാനം, നിർണയം എന്ന് പറഞ്ഞാൽ തീരുമാനം, അവളുടെ സാഹസികമായ ആ ഒരു ഇച്ഛാശക്തിയും പിന്നെ പര്യവരണം എന്ന് വെച്ചാൽ പരിസ്ഥിതിയോടുള്ള അവളുടെ പ്രേമത്തെയും സ്നേഹത്തെയുമാണ് കാണിക്കുന്നത്. സമൂഹത്തോട് ഒരു ശക്തമായ ഒരു സന്ദേശം ഈ വരി നമുക്ക് നൽകുന്നു. എന്തെന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച് നിലകൊള്ളുകയാണെങ്കിൽ പിന്നോട്ട് പോകരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലഡ്കി ചഹ്ചഹായി. यहाँ ചഹ്ചഹായി ശബ്ദ കാ പ്രയോഗ് ക്യൂ കിയാ ഹോഗാ? പെൺകുട്ടി ചിലച്ചു. ഇവിടെ ചിലച്ചു എന്ന വാക്ക് എന്തിനായിരിക്കും ഉപയോഗിച്ചത്? ആൻസർ, चहचहाना मुख्य रूप से पक्षियों की आवाज़ के लिए उपयोग किया जाने वाला शब्द है. लड़की के लिए इस शब्द का प्रयोग उसकी अत्यधिक खुशी, उत्साह और मासूमियत को दर्शाने के लिए किया गया है. ചഹ്ചഹാന, ചിലയ്ക്കുക എന്നത് പ്രധാനമായും പക്ഷികളുടെ ശബ്ദത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. പെൺകുട്ടിയുടെ അതീവ സന്തോഷം, ആവേശം, നിഷ്കളങ്കത എന്നിവ പ്രകടിപ്പിക്കാനാണ് ഈ വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 738 दिन तक पेट काटने का इंतज़ार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. इस पर आपका विचार क्या है? അതായത് 736 ദിവസം മരം മുറിക്കാനായിട്ട് ആ ഹട്ടെ കട്ടെ ആദ്മി, ആ മനുഷ്യന്മാർ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം മിണ്ടാതെ അവിടെ നിന്ന് പോയി.
ഈ വാക്കുകളിൽ നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. इस वाक्य जूलिया के अटूट संकल्प और धैर्य की जीत को दर्शाता है. जूलिया ने हार नहीं मानी और लगभग 2 साल तक पेड़ की रक्षा की. यह साबित करता है कि यदि हमारा उद्देश्य नेक हो तो बड़ी से बड़ी बाधा को भी झुकना पड़ता है. वह यह घटना हमें यह संदेश देती है कि धैर्य और एकता के बल पर हम पर्यावरण को बचाने की किसी भी जंग को जीत सकते हैं. जूलिया की जीत केवल उसकी नहीं बल्कि पूरी प्रकृति की जीत थी. ഈ വാചകം ജൂലിയയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും ക്ഷമയുടെയും വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജൂലിയ പരാജയം സമ്മതിക്കാതെ ഏകദേശം 2 വർഷത്തോളം ആ മരത്തെ സംരക്ഷിച്ചു. നമ്മുടെ ലക്ഷ്യം ഉദാത്തമാണെങ്കിൽ എത്ര വലിയ തടസ്സങ്ങളും വഴിമാറുമെന്ന് ഇത് തെളിയിക്കുന്നു. ക്ഷമയുടെയും ഐക്യത്തിൻ്റെയും കരുത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഏത് പോരാട്ടത്തിലും നമുക്ക് വിജയിക്കാം എന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ജൂലിയയുടെ വിജയം അവളുടെ മാത്രമായിരുന്നില്ല, മറിച്ച് മുഴുവൻ പ്രകൃതിയുടെയും വിജയമായിരുന്നു. അടുത്തത് ജൂലിയ ലൊറൈൻ ഹിൽ ആരാണെന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ്. ജൂലിയയുടെ ഫുൾ നെയിം जूलिया लोरेन हिल. जूलिया लोरेन हिल का जन्म 18 फरवरी 1974 को मिजोरी के माउंट वर्नन यूएस में हुआ. आप जूलिया बटरफ्लाई हिल के नाम से जानी जाती है. आप एक सफल लेखिका, अमेरिकी पर्यावरण कार्यकर्ती और प्रेरक वक्ता है. आप जंगलों पेड़ों की कटाई रोकने के लिए 10 दिसंबर 1997 और 18 दिसंबर 1999 के बीच 748 दिन 200 फुट ऊंचे लगभग हजार साल पुराने कैलिफोर्निया रेडवुड पेड़ में रही. जूलिया पेड़ के शीर्ष के पास एक तंबू में रही थी ताकि पैसिफिक लंबर कंपनी के लकड़हारे इसे काट न सके. वे अत्यंत पेड़ को बचाने के लिए लंबर कंपनी के साथ एक समझौते पर पहुंची. वह पेड़ प्यार से लूना के नाम से जाना जाता था. जूलिया ने सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. नाम है द लेगसी ऑफ लूना. മലയാളത്തിൽ ജൂലിയ ലോറൻ ഹിൽ 1974 ഫെബ്രുവരി 18 USA മിസൗറിയിലെ മൗണ്ട് വെർണോണിൽ ജനിച്ചു. ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവർ ഒരു വിജയകരമായ എഴുത്തുകാരിയും അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയും മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. കാടുകളും മരങ്ങളും വെട്ടി നശിപ്പിക്കുന്നത് തടയാനായി 1997 ഡിസംബർ 10 മുതൽ 1999 ഡിസംബർ 18 വരെ ഏകദേശം 738 ദിവസത്തോളം അവർ കാലിഫോർണിയയിലെ 200 അടി ഉയരമുള്ള ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഒരു റെഡ്വുഡ് മരത്തിൽ താമസിച്ചു. പസഫിക് ലംബർ കമ്പനിയിലെ മരം വെട്ടുകാർ അത് വെട്ടാതിരിക്കാൻ മരത്തിൻ്റെ മുകളിൽ ഒരു കൂടാരത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. ഒടുവിൽ മരം സംരക്ഷിക്കുന്നതിനായി അവർ ലംബർ കമ്പനിയുമായി ഒരു കരാറിലെത്തി. ആ മരം സ്നേഹപൂർവ്വം ലൂണ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മരത്തിൽ താമസിച്ച തൻ്റെ അനുഭവത്തെക്കുറിച്ച് 2000 വർഷത്തിൽ ജൂലിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേര് ദ ലെഗസി ഓഫ് ലൂണ. അടുത്ത പേജിൽ ഫസ്റ്റ് ആക്ടിവിറ്റി കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. നമ്മുടെ ഈ കഥയുടെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ടുള്ളവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഞാൻ കറക്റ്റ് ആൻസേഴ്സ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലഡ്കി നെ ചുനൗത്തിയോ കാ സാമന കിയ. സെക്കൻഡ്,
തെറ്റാണ് പ്രസ്താവ്. എന്താണ്? ലഡ്കീനെ വിപത്തിമേ പേട് കോ ചോട് ദിയ. ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് മരത്തിനെ വിട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. തേർഡ് വൺ, ലഡ്കീനെ ജീവൻ കി സുവിധായേയും ചോട് ദി. അതായത് ആ പെൺകുട്ടി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും വിട്ടിട്ടാണ് വിട്ട് കളഞ്ഞു. നെക്സ്റ്റ്, അത് കറക്റ്റാണ്. ദെൻ ലഡ്കി സേഠ് കെ അജീബോ ഗരീബ് തർക്കീബോം സെ ഡർ ഗയി. സേട്ടിൻ്റെ ആ ഒരു വിചിത്രമായ പെരുമാറ്റങ്ങൾ ഇവരെ അതിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് അതിൽ പെൺകുട്ടി പേടിച്ചെന്നാണ് പറഞ്ഞത്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫൈനൽ വൺ, ലഡ്കി അപ്നി ദോസ്തി പർ അട്ടൽ രഹി. പെൺകുട്ടി അവളുടെ സൗഹൃദത്തിൽ ഉറച്ചു നിന്നു. അത് കറക്റ്റാണ്. അഗ്ല പ്രശ്ന, നമൂനെ കെ അനുസാർ വാക്യോं का പുനർലേഖൻ കരേ. അതായത് ഈ മാതൃക അനുസരിച്ച് താഴെ രണ്ട് മാതൃക തന്നിട്ടുണ്ട്. അതനുസരിച്ച് വാചകങ്ങൾ മാറ്റി എഴുതുക എന്നാണ് പറയുന്നത്. മേ നഹി ഉത്തരൂങ്കി മോഡലാണ്. മേ നഹി ഉത്തരൂങ്കി ലഡ്കി ചില്ലായി. അതെങ്ങനെയാണ് മാറ്റി എഴുതിയിരിക്കുന്നത്? ലഡ്കി ചില്ലായിക്ക് മേ നഹി ഉത്തരൂങ്കി. മേ നഹി ഉത്തരൂങ്കി ലഡ്കി ചില്ലായി. ഞാൻ താഴെ ഇറങ്ങില്ല. പെൺകുട്ടി നിലവിളിച്ചു. അതിനെ എങ്ങനെ മാറ്റി എഴുതും? താൻ താഴെ ഇറങ്ങില്ല എന്ന് പെൺകുട്ടി നിലവിളിച്ചു പറഞ്ഞു. ലഡ്കി ചില്ലായിക്ക് മേ നഹി ഉത്തരൂങ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്മിയോനെ സോച്ച ആഖിർ കബി തോ ഉത്തരേഗി ഫുൾ സ്റ്റോപ്പ് തബ് കാട്ടേങ്കെ പേടുക്കോ. അതായത് ആത്മീയോനെ സോച്ച, അവർ വിചാരിച്ചു എപ്പോഴെങ്കിലും താഴെ ഇറങ്ങുമല്ലോ, അപ്പോൾ മുറിക്കാം എന്ന് ആ മനുഷ്യർ ചിന്തിച്ചു. അതിനെങ്ങനെ മാറ്റി എഴുതാം? ആത്മിയോനെ സോച്ചാക്കി ആഖിർ കബി തോ ഉത്തരേഗി തബ് കാട്ടേങ്കെ പേടുക്കോ. പുരുഷന്മാർ ചിന്തിച്ചു എന്നെങ്കിലും അവൾ താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് മരം വെട്ടാമെന്ന്. ഈ രീതിയിൽ വേണം മാറ്റി എഴുതേണ്ടത്. അടുത്ത രണ്ടാമത്തേത്, കഹാനി പഠ്കർ സുനാവോ കബി ലഡ്കി പേട് സെ പൂച്ച്തി. അതായത് കഥ വായിച്ചു തരട്ടെ. ചിലപ്പോഴൊക്കെ പെൺകുട്ടി പേടിൻ്റെ അടുത്ത് മരത്തിനോട് ചോദിക്കും. അതെങ്ങനെ മാറ്റി എഴുതാമെന്ന് പറയാം. ആൻസർ, കബി ലഡ്കി പേട് സെ പൂച്ച്തി കി ക്യാ മേ കഹാനി പഠ്കർ സുനാവൂ. അതായത് ചിലപ്പോൾ പെൺകുട്ടി മരത്തോട് ചോദിക്കും, ഞാൻ നിനക്കൊരു കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന്. അടുത്ത് മൂന്നാമത്തേത്, തും ഹമാരി ദോസ്തി കബി നഹി തോട് പാओगे ലഡ്കീനെ കഹാ. നീ നമ്മുടെ സൗഹൃദം ഒരിക്കലും മുറിക്കാൻ കഴിയില്ല. ലഡ്കീനെ കഹാ, പെൺകുട്ടി പറഞ്ഞു. അതെങ്ങനെ മാറ്റി എഴുതാം? ആൻസർ ഈസ് ലഡ്കീനെ കഹാ കി തും ഹമാരി ദോസ്തി കബി നഹി തോട് പാओगे. പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ സൗഹൃദം തകർക്കാൻ പറ്റില്ല എന്ന്. അടുത്ത് ഫോർത്ത് വൺ, ലഡ്കീനെ ബത്തായ വാദാ കരോ യഹാ കെ കിസി ബി പേട് കോ കബി നഹി കാട്ടോगे. പെൺകുട്ടി പറഞ്ഞു, സത്യം ചെയ്യൂ, ഇവിടുത്തെ ഒരു മരത്തെയും വെട്ടില്ല എന്ന്. അതിനെ തിരിച്ചെഴുതാം. എങ്ങനെ? ലാസ്റ്റ് വൺ, ലഡ്കീനെ ബത്തായ കി വാദാ കരോ യഹാ കെ കിസി ബി പേട് കോ കബി നഹി കാട്ടോगे. പെൺകുട്ടി പറഞ്ഞു, അതായത് ഇവിടെയുള്ള ഒരു മരത്തെയും ഒരിക്കലും മുറിക്കില്ല എന്ന് സത്യം ചെയ്യാൻ പെൺകുട്ടി പറഞ്ഞു. അടുത്ത ആക്ടിവിറ്റി തയ്യാർ കരെ. जूलिया और लूना की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. कहीं कहीं लूना के संरक्षण पर पोस्टर निकलने लगे. आप भी लूना के संरक्षण पर पोस्टर तैयार करें. മരസംരക്ഷണത്തിൻ്റെ ഇതായിട്ടുള്ള പോസ്റ്റർ, ലൂണേനെ സംരക്ഷിക്കാനുള്ള പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അതിനു മുമ്പേ മക്കളെ എല്ലാവരുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. ഷെയർ ചെയ്യാതെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചാനൽ മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുമായിരുന്നു. ഓക്കെ. 748 दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार करें. അതായത് ഒരു കോൺവെർസേഷൻ ആണ് അടുത്തത്. കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ അവരുടെ സേട്ടിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞില്ലേ ലഡ്കി ലാസ്റ്റ് പ്രോമിസ് ചെയ്യാൻ ഇനി ഒരിക്കലും ഈ ഇവിടുത്തെ ഒരു മരങ്ങളെയും കട്ട് ചെയ്യില്ല എന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സേട്ടും
ലड़किയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അടുത്ത ക്വസ്റ്റ്യൻ. तो बच्चों उत्तर है सेठ, मुझे इस ज़मीन पर एक नई इमारत बनानी है जूलिया. സേട്ട് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലത്തൊരു പുതിയ കെട്ടിടം പണിയണം ജൂലിയ. बिल्कुल नहीं, ये पेड़ कोई लकड़ियों का ढेर नहीं है. ये हमें शुद्ध हवा, मीठे फल और ठंडी छाയ देते हैं. അപ്പോൾ ജൂലിയ പറഞ്ഞു, ഒരിക്കലുമില്ല, ഈ മരം വെറും വിറക് കെട്ടല്ല, ഇത് നമുക്ക് ശുദ്ധവായുവും തണലും പഴങ്ങളും നൽകുന്നു. അപ്പോൾ സേട്ട് പറഞ്ഞു, തും फिक्र मत करो, मैं इस पेड़ के बदले में किसी और जगह में कई नए पौधे लगाऊंगा. അപ്പോൾ സേട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഈ മരത്തിന് പകരമായി ഞാൻ മറ്റൊരിടത്ത് ഒരുപാട് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ജൂലിയ പറഞ്ഞു, आप क्या कर रहे हो? उस नए पौधे को एक पेड़ होने के लिए कितना साल लगेगा? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ പുതിയ തൈകൾ ഒരു മരമാകാൻ എത്ര വർഷമെടുക്കുമെന്നറിയാമോ? അപ്പോൾ സേട്ട്, लेकिन विकास के लिए कुछ जगहों को साफ करना पड़ता है. പക്ഷേ വികസനത്തിന് വേണ്ടി ചില സ്ഥലങ്ങൾ വൃത്തിയാക്കേണ്ടി വരും. ജൂലിയ, ऐसा है तो आपको पहले मुझे पार करना होगा और ये सभी लोगों को. ജൂലിയ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്നെയും ഈ ആളുകളെയും മറികടന്ന് പോകേണ്ടി വരും. സേठ, ठीक है जूलिया, तुम जीती, मैं इस पेड़ को नहीं काटूंगा. അപ്പോൾ സേട്ട് പറഞ്ഞു, ശരി ജൂലിയ, നീ ജയിച്ചു, ഞാൻ ഈ മരം മുറിക്കില്ല. ജൂലിയ, ऐसा नहीं, वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. ജൂലിയ പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെയുള്ള ഒരു മരവും ഇനി ഒരിക്കലും മുറിക്കില്ലെന്ന് വാക്ക് തരൂ. സേठ, ठीक है, किसी पेड़ को नहीं काटूंगा, मैं वादा करता हूँ. സേठ, ശരി, ഞാൻ ഒരു മരവും മുറിക്കില്ല, ഞാൻ വാക്ക് നൽകുന്നു. ലാസ്റ്റ് വൺ, കഹാനി കി ഘട്നാവും കോ ക്രം സെ ലിഖേ. അതായത് ഈ കഥയിൽ നടന്ന ഇൻസിഡൻസ് ക്രമമായി ഓർഡർ അനുസരിച്ച് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ, एक रोज़ कुछ हटे कटे आदमी एक बड़े से पेड़ को काटने पहुँचे. लड़की छत पेड़ पर चढ़ गई. लड़की ने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. लड़की और पेड़ के इर्द गिर्द हज़ारों लोग इकट्ठा होने लगे. हटे कटे आदमियों के सेठ ने अजीबोगरीब तरकीबें लगाई. कई दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. അടുത്ത ചോദ്യം, देश का विकास और प्रकृति संरक्षण विषय पर चर्चा चलाए और लघु लेख तैयार करे. ദേശത്തിൻ്റെ വികസനവും പിന്നെ പ്രകൃതി സംരക്ഷണവും എന്നീ വിഷയത്തിലൊരു ഡിബേറ്റ്, ഒരു ചർച്ച ചെയ്യാൻ അതിൻ്റെ ഒരു ലഘു ലേഖനം തയ്യാറാക്കാൻ. विकास और प्रकृति का संतुलन ही आज की सबसे बड़ी आवश्यकता है. किसी भी देश की प्रकृति के लिए सड़कों और आधुनिक तकनीक का विस्तार अनिवार्य है, लेकिन यदि यह प्रकृति को नुकसान पहुंचकर किया जाए तो वह विकास लंबे समय तक टिक नहीं पाएगा. पेड़ों की कटाई और प्रदूषण के कारण जलवायु पर्यावरण जैसी गंभीर समस्याएं हो रही हैं. हमें सतत विकास पर ध्यान देना चाहिए. हमें इसमें और ऊर्जा का उपयोग, जल संचयन और अधिक से अधिक वृक्षों का शामिल होना चाहिए. सच्चा विकास वही है जो आने वाले पीढ़ियों के लिए एक स्वस्थ और हरी भरी धरती सुरक्षित रख सके. അടുത്ത क्वेश्चन, जून और जुलाई महीनों के विशेष दिवसों को पहचाने. नमूने के अनुसार कम से कम 5 ദിവസവും की सूची बनाए. അതായത് ജൂൺ തൊട്ട് ജൂലൈ വരെയുള്ള മന്തുകളിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ എഴുതാനാണ് പറയുന്നത്. जून, 4 जून विश्व पर्यावरण दिवस. 14 जून विश्व रक्तदाता दिवस. 21 जून विश्व योगा दिवस. 1 जुलाई लेना है. 1 जुलाई विश्व चिकित्सक दिवस, डॉक्टर्स डे, वर्ल्ड डॉक्टर्स डे. 11 जुलाई विश्व जनसंख्या दिवस, वर्ल्ड सेंसस डे.
26 ജൂലൈ കാർഗിൽ കാർഗിൽ വിജയ് ദിവസ്, കാർഗിൽ വിജയ് ദിനം. ഓക്കെ മക്കളെ, ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എങ്കിലേ എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ, മനസ്സിലായില്ലെങ്കിലോ നിങ്ങൾക്ക് കമൻസ് ത്രൂ അറിയിക്കാവുന്നതാണ്. താങ്ക്